ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ഒഡീഷ സമനില വഴങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. മത്സരത്തിൽ മലയാളി താരമായ രാഹുൽ KPക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിലാണ് എതിർ താരത്തെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് രാഹുൽ KPക്ക് റെഡ് കാർഡ് ലഭിച്ചത്. സ്ട്രൈറ്റ് റെഡ് കാർഡ് ആയിരുന്നു. അദ്ദേഹം എതിർ താരത്തിന്റെ കാലിൽ ചവിട്ടുകയായിരുന്നു. അതിൽ റെഡ് കാർഡ് നൽകിയതിൽ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഫുട്ബോൾ ലോകത്ത് നിലനിന്നിരുന്നു. അതായത് പലരും അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നില്ല എന്ന അഭിപ്രായവുമായി രംഗത്ത് വന്നിരുന്നു. വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ റഫറിക്ക് ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക കമ്മിറ്റിക്ക് മുന്നിൽ ഒരു അപ്പീൽ ഒഡീഷ FC നൽകിയിരുന്നു. പക്ഷെ ആ അപ്പീൽ ഇപ്പോൾ ഫലം കണ്ടിട്ടില്ല. അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡിസിപ്ലിനറി കമ്മിറ്റി നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം രാഹുൽ KPയുടേത് റെഡ് കാർഡ് തന്നെയാണ്. അതായത് ഇന്ന് ഹൈദരാബാദിനെതിരെ ഒരു മത്സരം ഒഡീഷ FC കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ഈ മലയാളി താരത്തെ ഒഡീഷയ്ക്ക് ലഭ്യമാവില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതിന് സമാനമായ ഒരുപാട് സംഭവ വികാസങ്ങൾ ISLൽ ഉണ്ടായിട്ടുണ്ട്. റെഡ് കാർഡ് ലഭിച്ചതിന് ശേഷം പിന്നീട് ഈ ഒരു അച്ചടക്ക കമ്മിറ്റി അത് യെല്ലോ കാർഡാക്കി മാറ്റുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. ഇന്നത്തെ മത്സരത്തിൽ രാഹുലിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.